പെൺപിള്ളേരെല്ലാം ബജിയും വാങ്ങി കാര്യവും പറഞ്ഞ് നടക്കുകയാണ്. അപ്പോഴാണ് ആൺപിള്ളേരും 3 പേരും ഇസുവും ആനയുടെ അടുത്ത് നിൽക്കുന്നത് കണ്ടത്. അവരെ കണ്ടതും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ചെന്നു. ഇച്ചായ, ഷീതു വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി. കയ്യിലൊരു പാത്രത്തിൽ ബജിയും സോസും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൾ. എല്ലാവരും അവരെ നോക്കി ഒരുപോലെ ചിരിച്ചു കാണിച്ചു. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് വയറിന് അസുഖം വരുത്തി വെക്കരുത്. അവളുടെ കയ്യിലിരിക്കുന്ന പാത്രം കണ്ട് ചാർലി അവളെ നോക്കി പറഞ്ഞു. ഇസുവിന് വേണോ? ഋഷു കുഞ്ഞിന് നേരെ അത് നീട്ടി. അവള് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി. ഞങ്ങളിപ്പോൾ ഓരോ കോൺ ഐസ്ക്രീം കഴിച്ചതേ ഉള്ളൂ അല്ലേ ഇസു? റയാൻ അത് കണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. കടകൾ മുഴുവൻ അരിച്ചു പറക്കി എന്തൊക്കെ വാങ്ങിച്ചു? ക്രിസ്റ്റി ഋഷുവിനെ നോക്കി ചോദിച്ചു. ഞാൻ 2-3 സ്റ്റഡിന്റെ കമ്മൽ മാത്രമേ എടുത്തുള്ളൂ. അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ ഊവെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. എടി, ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. പണ്ടെൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാ. നിന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അത്രയും നിന്നെ നോക്കി. നിക്ക്, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നീ വരുമ്പോൾ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാർലി അതും പറഞ്ഞ് അവൻ്റെ ഫോൺ എടുത്തു. ഷീതുവും പെൺപിള്ളേരും അവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി. ചാർലി ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്തു. മറുവശത്തു നിന്നും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഫോണും വെച്ചു. ചാർലിയുടെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. അല്ല, നമ്മുടെ നന്ദ എവിടെ? റയാൻ അവളെ കൂട്ടത്തിലെങ്കും കാണാഞ്ഞതും സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടതും പെൺപിള്ളേരെല്ലാവരും പരസ്പരം നോക്കി. അവളെ ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? റയാൻ അത് കണ്ട് വീണ്ടും പറഞ്ഞു. അത് പിന്നെ നന്ദയ്ക്ക് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. അവൻ്റെ ഒപ്പം പോയിരിക്കുക. വീണ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കണക്ഷനോ? വീട്ടിലെല്ലാവർക്കും അറിയാവുന്ന കേസാണോ? അതോ വീട്ടിലറിഞ്ഞ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ടോ? ക്രിസ്റ്റി സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. ഏയ്, അത് കുഴപ്പമൊന്നുമില്ല ചേട്ടാ. അവർ നല്ല തറവാട്ടുകാരാണ്. അതുമാത്രമല്ല, ഞങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള കുടുംബമാണ്. അവരാണെങ്കിൽ ഒന്നിച്ചു പഠിച്ചതും. ഇങ്ങനെയൊക്കെയല്ലേ കുട്ടികൾക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചേട്ടത്തിമാർ ഫുൾ ഫ്രീഡം അങ്ങ് കൊടുത്തു. ആര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നല്ലതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചതിയിലെങ്ങും ചെന്ന് പെടാതിരുന്നാൽ മതി. ക്രിസ്റ്റി പറഞ്ഞത് കേട്ടവർ തലയാട്ടി. അവരങ്ങനെ നന്ദയുടെ കാര്യവും മറ്റും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നന്ദയും ആകാശും കൂടി അങ്ങോട്ടേക്ക് നടന്നു വന്നത്. ചേച്ചിമാരെയും ചേട്ടന്മാരെയും കണ്ടതും നന്ദ കൈയെടുത്ത് കാണിച്ചു. ശേഷം ആകാശിനെയും കൂട്ടി അവരുടെ അടുത്തേക്ക് ചെന്നു. ഞങ്ങൾ നിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ കൂട്ടത്തിലൊന്നും കാണാത്തതുകൊണ്ട് നീ എവിടെ പോയെന്ന് ചോദിച്ചതാ. അപ്പോഴാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. അവൾ അങ്ങോട്ടേക്ക് വന്നതും റയാൻ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ ആകാശിനെ അവർക്ക് 3 പേർക്കുമായിട്ട് നന്ദ പരിചയപ്പെടുത്തി കൊടുത്തു. ആകാശ് അവരെ 3 പേരെയും പരിചയപ്പെടുകയും അവർക്ക് കൈ കൊടുക്കുകയും ചെയ്തു. അല്ലടി, നിങ്ങളുടെ പിണക്കമൊക്കെ കഴിഞ്ഞോ? ആരും സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. ആകാശാണെങ്കിൽ അത് കണ്ട് ചിരിയോടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആരെയോ കണ്ടതുപോലെ ചാർലി അവൻ്റെ കൈയെടുത്ത് കാണിച്ചത്. അവൻ ആരെയോ നോക്കി കൈ കാണിക്കുന്നത് കണ്ടതും പെൺപിള്ളേരെല്ലാവരും തിരിഞ്ഞു നോക്കി. ചാർലിയെ നോക്കി ചിരിയോടെ നടന്നു വരികയായിരുന്നു അവൻ. അവരെ നോക്കി ഒരു പുഞ്ചിരിയോടെ നടന്നു വരുന്ന മെൽവിനെ കണ്ട് പെൺപിള്ളേരെല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാവരുടെയും കണ്ണുകൾ നേരെ പോയത് സോണിയിലേക്കായിരുന്നു. അവളാണെങ്കിൽ അവനെ കണ്ട് വായും തുറന്നു നിന്നു. വായടച്ചു വെക്കടി, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈച്ച കയറിപ്പോവും. വായും തുറന്ന് അവനെ നോക്കി നിൽക്കുന്ന സോണിയെ നോക്കി ഋഷു പതിയെ പറഞ്ഞു. അത് കേട്ടതും അവൾ ഋഷുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം അവളുടെ വായ അടച്ചു വെച്ചു. ചേച്ചി, ഇങ്ങനെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? ഇതാണോ ചാർലിച്ചായൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞത്? അവൾ സംശയത്തോട് ചോദിച്ചു. എടി, ഇങ്ങനല്ലേ ഇവളെ കുറച്ചു മുമ്പേ വായി നോക്കി നിന്നത്? അവൻ നടന്നു വരുന്നത് കണ്ട് വീണയും പറഞ്ഞു. അതേനേ, ഇയാൾ തന്നെ. അല്ല, ഇയാൾ നമുക്ക് പോലും ഈ നാട്ടിൽ കണ്ട പരിചയമില്ലല്ലോ. ഇനി ഈ നാട്ടിലുള്ളത് തന്നെ ആയിരിക്കുമോ? നമുക്ക് പരിചയമില്ലാത്ത ആളെ ചാർലി ചേട്ടനെ എങ്ങനെ അറിയാൻ പറ്റും? ആര്യ അവരെ നോക്കി അവളുടെ സംശയവും പറഞ്ഞു. ചേട്ടൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ, ഇവർ രണ്ടുപേരും ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാണെന്ന്. ചിലപ്പോൾ ഇയാൾ അവിടെയെങ്ങാണോ ആയിരിക്കും പഠിച്ചത്. വീണ പറയുന്നത് കേട്ട് അവരും ശരിവെച്ചു. നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ നിന്ന് പിറുപിറുക്കുന്നേ? ആ നടന്നു വരുന്നത് ആരാണെന്ന് ചേച്ചിമാർക്ക് മനസ്സിലായോ? നന്ദ അത് കേട്ടതും അവരെ എല്ലാവരെയും നോക്കി ചോദിച്ചു. അവരെല്ലാവരും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ചുമലനക്കി. നമ്മുടെ മറ്റേ നെല്ലിപ്പറമ്പിലെ ജോൺ അങ്കിളില്ലേ? അങ്കിളിൻ്റെ ഒരു മോനുണ്ടല്ലോ, മറ്റേ IPS ഓഫീസർ ആവാൻ പോയത്. നിങ്ങൾക്കറിയില്ലേ? അവൾ സംശയത്തോടെ തൻ്റെ ചേച്ചിമാരോട് ചോദിച്ചു. അവരെല്ലാവരും അത് കേട്ട് പരസ്പരം നോക്കി. ഊവ്, ഒരു പയ്യനുള്ളതായിട്ട് അറിയായിരുന്നു. ആ പയ്യൻ ഡിഗ്രി ഒന്നും പഠിച്ചത് ഇവിടെ അല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകുന്നതല്ലേ. പിന്നെ പഠിക്കാൻ പോയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതുമില്ല. വീണ അവളെ നോക്കി മറുപടി പറഞ്ഞു. അങ്കിളിൻ്റെ മോനാ അത്, മെൽവിൻ. ഇപ്പോൾ IPS ഓഫീസറാ. നന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ഞെട്ടിപ്പോയി, പ്രത്യേകിച്ച് സോണി. അപ്പോൾ പോലീസുകാരനായിരുന്നോ? ഋഷു അതിശയം വിട്ടുമാറാതെ അവളെ നോക്കി ചോദിച്ചു. അതേന്ന്. അല്ല, നിങ്ങളെന്താ പുള്ളിയെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ?
നിങ്ങൾക്ക് പുള്ളി നേരത്തെ അറിയോ? എല്ലാവരും അവനെ നോക്കി അന്തം വിട്ട് നിൽക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ നോക്കി. ഞങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത് നമ്മുടെ സോണിക്കാ. ഞങ്ങൾ പുള്ളി വായി നോക്കിയാണെന്നാ ഇത്രയും നേരം വിചാരിച്ചു വെച്ചത്. ഋഷു ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. അവളാണെങ്കിൽ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അവരെ എല്ലാവരെയും നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഷീതു ഉണ്ടായ സംഭവങ്ങളൊക്കെ അവളോട് പറയുന്നത്. ചേട്ടൻ അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വായി നോക്കിയാവില്ല. ഒന്നുകിൽ വെറുതെ തമാശയ്ക്കായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ചേച്ചി ആ ചേട്ടനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അവൾ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും മെൽവിൻ അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. എടാ ദേ, ഇതാ എൻ്റെ വൈഫ്. ചാർലി ഷീതുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മെൽവിനോട് പറഞ്ഞു. മെൽവിൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവൾ തിരികെയും. ഇത് രണ്ടും എൻ്റെ അനിയത്തിമാരാ. ദേ, ഇത് ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. ഋഷുവിനെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ചാർലി വീണ്ടും പറഞ്ഞു. ഋഷുവും അവനെ നോക്കി ചിരിച്ചു. അവൻ തിരികെയും. ഇത് സോണി. ഇവളിപ്പോൾ PG ചെയ്യുക. ഇവക്ക് പിന്നെ ഞങ്ങൾ ഇതുവരെ ആരെയും കണ്ടെത്തിയിട്ടില്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. ചാർലി അവളെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം അവനോട് കൂട്ടിച്ചേർത്തു. അത് കേട്ടതും സോണി കണ്ണും തള്ളി ചാർലിയുടെ മുഖത്തേക്ക് നോക്കി. ശേഷം മെൽവിൻ്റെ മുഖത്തേക്കും. മെൽവിൻ ഒരു ചിരിയോടെ അതിന് തലയാട്ടിയതല്ലാതെ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. ചാർലി വീണ്ടും അവനോട് ഓരോന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം വീട്ടിലേക്ക് വരാനും ക്ഷണിച്ചു. ചാർലിയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മെൽവിൻ്റെ കണ്ണുകൾ സോണിയെ തേടിപ്പോകുന്നത് പെൺപിള്ളേരും സോണിയും ശ്രദ്ധിച്ചിരുന്നു. എങ്കിൽ ശരിയടാ, ഞാൻ അങ്ങോട്ട് പോട്ടെ. എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. മെൽവിൻ ചാർലിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ചാർലി തിരികെയും അവന് കൈ കൊടുത്തു. ശേഷം എല്ലാവരെയും നോക്കി പോകുവാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൻ നടന്നു. നല്ല പയ്യനാ ചേട്ടായി, കൂടാതെ IPS ഓഫീസറും. നമുക്ക് നമ്മുടെ സോണിക്ക് വേണ്ടി പുള്ളിയൊന്ന് ആലോചിച്ചാലോ? റയാൻ പെട്ടെന്ന് പറയുന്നത് കേട്ട് സോണി അവൻ്റെ മുഖത്തേക്ക് നോക്കി. സോണി മാത്രമല്ല, എല്ലാ പെൺപിള്ളേരും അവനെ നോക്കുമായിരുന്നു. നന്ദയാണെങ്കിൽ എല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ അവൾ സോണിയെ തട്ടി കളിയാക്കി. സോണിയുടെ ഹൃദയമിടിപ്പ് ഇപ്പോഴും തീർന്നിട്ടില്ല. നീ എന്താടി അന്തം വിട്ടിങ്ങനെ നോക്കുന്നേ? എന്തായാലും നിനക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമായിട്ടുണ്ട്. നമുക്കറിയാവുന്ന പയ്യനാണെങ്കിൽ അത്രയും നല്ലതല്ലേ, അല്ലേ ചേട്ടായി? റയാൻ വീണ്ടും അവനെ നോക്കി ചോദിച്ചു. ചാർലി ഒന്നും തന്നെ മിണ്ടിയില്ല. അവളുടെ സ്വന്തം ചേച്ചിയല്ലേ ഈ നിൽക്കുന്നത്, അവള് പറയട്ടെ. അവളുടെ അവകാശം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം നമുക്കൊക്കെ. ചാർലി പറഞ്ഞുകൊണ്ട് ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അത് പെട്ടെന്ന് അങ്ങനൊരു തീരുമാനം വേണ്ട ചായ. അവള് പഠിക്കട്ടെ, പഠിച്ച് ജോലിയൊക്കെ കിട്ടട്ടെ. എന്നിട്ട് വിവാഹം കഴിക്കണമെന്ന് അവൾക്ക് തോന്നുവാണെങ്കിൽ അവൾ തന്നെ ഒരാളെ കണ്ടെത്തട്ടെ. ഷീതു പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. കല്യാണം എന്ന് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ മുഖത്തൊരു ചുവപ്പ് കണ്ടില്ലേ? ക്രിസ്റ്റി സോണിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പെൺപിള്ളേരെല്ലാവരും മെൽവിൻ്റെ കാര്യം വെച്ച് അവളെ ആക്കിച്ചിരിക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ നാണം കൊണ്ട് ചുവന്ന് തുടുക്കുകയും ചെയ്തു. എങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയാലോ? റയാൻ അവരെ നോക്കി പറഞ്ഞതും എല്ലാവരും തലയാട്ടി. ശേഷം അവർ ഉത്സവ സ്ഥലത്തേക്ക് നടന്നു. എന്നാലും ഇങ്ങനൊരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ അയാൾ ചാർലി ചേട്ടൻ്റെ ഫ്രണ്ടാണെന്ന്? ആരെയും നടക്കുന്നതിനിടയിൽ പെൺപിള്ളേരോട് പറഞ്ഞു. അതെനിക്കും ഇപ്പോൾ വിശ്വസിക്കാൻ വയ്യെന്നേ. അവിടെ കിടക്കുന്ന ചാർലി ചേട്ടന് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്, അതും നമുക്ക് പോലും നേരെ ചൊവ്വെ അറിയാത്ത ഒരാൾ. വീണയും അത് ശരിയാണെന്നുള്ള കാര്യത്തിൽ അവളുടെ മറുപടിയും പറഞ്ഞു. എന്നാലും മെൽവിൻ ചേട്ടൻ എന്തിനായിരിക്കും സോണി ചേച്ചി അങ്ങനെ നോക്കിയത്? ഒരു IPS ഓഫീസർ അങ്ങനെ വായി നോക്കുവോ? എനിക്ക് അങ്ങോട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നന്ദ അവളുടെ മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞു. അതുമാത്രമാണോ? ഇവളെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് സംസാരിക്കാൻ നിൽക്കുമോ ഒരാള്? ഷീതു അവളുടെ സംശയവും പറഞ്ഞു. സോണിയാണെങ്കിൽ എല്ലാം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് അന്തം വിട്ട് നടക്കുമായിരുന്നു. നീ എന്താടി ഒന്നും മിണ്ടാത്തത്? അവളൊന്നും മിണ്ടാതെ നടക്കുന്നത് കണ്ട് ഋഷു സംശയത്തോടെ ചോദിച്ചു. ഏയ്, ഞാൻ അയാൾ വന്ന് എന്നോട് സംസാരിച്ച കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു. നേരത്തെ പരിചയമുള്ളതുപോലെ അയാൾ എന്നോട് സംസാരിച്ചത്. ഇവരൊക്കെ പറയുന്നത് പോലെ ഒരു IPS ഓഫീസർ എന്തിനായിരിക്കും എന്നോട് വന്ന് അങ്ങനെ സംസാരിക്കാൻ നിന്നത്? അതും അയാൾ എന്നെ നോക്കുന്നത് നിങ്ങളും കണ്ടതല്ലേ? നിങ്ങളോട് ഞാൻ വന്നത് പറഞ്ഞിട്ടും അയാൾക്ക് നോക്കുന്നതിൽ ഒരു ഉളുപ്പും ഇല്ലായിരുന്നു. പിന്നെയും നമ്മളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നില്ലേ? അതുമാത്രമല്ല, ചാർലി ചേട്ടൻ്റെ അടുത്തേക്ക് അയാൾ വന്നപ്പോഴും നമ്മളെ കണ്ടിട്ട് അയാളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പക്ഷെ അയാൾക്ക് അറിയാമായിരുന്നു കാണുമോ? സോണി അവളുടെ മനസ്സിൽ തോന്നിയ സംശയം എല്ലാവരോടുമായിട്ട് പറഞ്ഞു. എന്തായാലും നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് തലപോയിക്കാൻ നിൽക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ എപ്പോഴായാലും അയാളത് പറയാതിരിക്കത്തില്ലല്ലോ. ഒരു പക്ഷേ തമാശയ്ക്ക് നോക്കിയതാവാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ സീരിയസ് ആയിട്ടാണെങ്കിലോ? ചേച്ചി ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിക്കാനാണെങ്കിലോ? നന്ദ അവളുടെ മനസ്സിൽ തോന്നിയ സംശയം അവരോട് പറഞ്ഞു. അതെനിക്കും തോന്നുന്നുണ്ട്. കാരണം ചാർലി ചേട്ടൻ ഇവളുടെ വിവാഹക്കാര്യത്തെ പറ്റി പറഞ്ഞിട്ടും അയാൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയല്ലായിരുന്നോ?
ഒന്നും മിണ്ടിയില്ലല്ലോ അതിനെപ്പറ്റി. ഇനിയൊരു പക്ഷെ ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലോ? ആര്യ അവളുടെ മനസ്സിൽ തോന്നിയതും അവരോട് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ഇത് ചാർലി ചേട്ടനോട് പറയാതിരിക്കില്ല. നമ്മൾ എന്തിനാ വെറുതെ അതൊക്കെ ആലോചിച്ച് തലപൂയ്ക്കാൻ നിൽക്കുന്നത്? ആര് പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ആരും പിന്നെ അതിനെപ്പറ്റി ഒന്നും തന്നെ മിണ്ടിയില്ല. എന്നാൽ അപ്പോഴും സോണിയുടെ മനസ്സിൽ അവന്റെ മുഖം വന്നുകൊണ്ടേയിരുന്നു. അവരറിയാതെ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അവന്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു.